ഹേ ഗായ്സ്, ഇന്നാണ് വീടിരിക്കലിൻ്റെ തലേ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു വീടിരിക്കൽ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യണ കാര്യങ്ങൾ, ക്ലീൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും നീച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 7:45 ആകുമ്പോഴത്തേനും എല്ലാവരും ഒരുവിധം നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. അതിൽ ടാബൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. ഞാൻ വീടിരിക്കലിൻ്റെ തലേ ദിവസം വീടിരിക്കലിൻ്റെ രാവിലെ വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീടിരിക്കലിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. കാരണം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ, അവിടെ ആൾക്കാർ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ ആകെ മറന്നു, ആകെ തിരക്കിൽ വിട്ടു. പിന്നെ കുട്ടികളിവിടെ ഭയങ്കര കൊച്ചിറ്റീവൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ നല്ല തകൃതിയായി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഉച്ചക്കുള്ളതും രാത്രിക്കുള്ളതും രാവിലേക്കുള്ളതൊക്കെ വേണമല്ലോ. അപ്പോൾ ഉമ്മ അവിടെ തേങ്ങ ചിരവുണ്ട്, മാമികളൊക്കെ ആകെ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ തന്നു. അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രം നന്നാക്കി കൊടുത്തു കേട്ടോ. അതാണ് അടിയിലൊക്കെ കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോനും ഷാമിലും റൂമിൽ കിടന്നിട്ട് നല്ല ഗെയിം കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മാമ അവിടുന്ന് വിളിച്ചത്. ടാർപ്പായൊക്കെ ഒന്ന് കൊണ്ടു തരണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺസൈഡുമുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതും മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടുകയാണ് കേട്ടോ ചെയ്തത്. കാരണം നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്മയും മാമികളൊന്നും മഴയത്ത് കളിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയണോണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാണ്ട് അങ്ങോട്ട് ഓടിയിട്ടോ. കുഞ്ഞൊക്കെ ആകെ തണുത്ത് വരച്ചിട്ടാണ് നടക്കണത്. അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും 2 വഴിയുണ്ട് കേട്ടോ. അതായത് ഒരു വഴി കൂടെ പോയാൽ വീടിൻ്റെ ബാക്കിലേക്ക് എത്തും, ഒരു വഴി കൂടെ പോയാൽ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും. ഞങ്ങൾ മഴ ആയതുകൊണ്ട് വേഗം ബാക്കിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് പോയത്. അപ്പോൾ മഴയൊക്കെ നന്നിട്ട് സെയിമോൾ ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിൽ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പന്തലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടിയിട്ട് അങ്ങോട്ട് കയറിട്ടോ. അപ്പോൾ ചെന്നപ്പോഴാണ് വീടിൻ്റെ നെയിം ബോർഡ് മാമ റിവീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പേര്, മുജ്തബ മൻസിൽ എന്നാണ്. അവിടുത്തെ ക്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അല്ലറ ചില്ലറ ഫാൻ വെക്കാൻ അങ്ങനെ കുറേ പണികളുടെ കാർഡ്ബോർഡും കാര്യങ്ങളെല്ലാം അതുണ്ട്. പിന്നെ നമ്മൾ സോഫയുടെ കോർണറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ വേസൊക്കെ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്ലവർ വേസിലുള്ള ഇതിൻ്റെ ലീവ്സ് മാത്രമായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള കാർഡ്ബോർഡും കാര്യങ്ങളിലൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഡോറിൻ്റെ പണി നടക്കുന്ന കാരണം നമ്മളോട് റൂമിലേക്ക് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റൂമിലിരിക്കുകയാണ്. റൂമിൽ കബോർഡിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങൾ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡ് വരുന്നത്. എനിക്ക് കബോർഡ് പേഴ്സണലി നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ പുറത്തത്തെ കച്ചറകളും കാര്യങ്ങളൊക്കെ ഷാമിലും മാമാരൊക്കെ ഒരു സൈഡിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പെയിൻറ്റിൻ്റെ വർക്ക്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയായ കാരണം നമ്മൾ മാമാൻ്റെ കൂടെ കാറിലാണ് വീട്ടിലേക്ക് തിരിച്ചു പോണത്. പുറത്ത് നല്ല മഴയായ കാരണം ഞങ്ങൾ മാമാൻ്റെ കൂടെ കാറിലാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ സിയാക്ക് കാറിൽ കയറി അപ്പോൾ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ട് അവൾ മുഖമൊക്കെ പൊത്തിയിട്ടാണ് ഇരിക്കണത്. പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ. കാരണം അവിടുത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ പറകോളയുടെ അവിടെ ഗ്ലാസ് സെറ്റ് ചെയ്യുന്ന പണികൾ നടക്കുന്നുണ്ട്. അതുപോലെ ആകെ മിസ്സായി എടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളും മാമികളും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോരുത്തർക്ക് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു കേട്ടോ. മാമ കാറിൽ ഓരോ ട്രിപ്പായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ഓരോരോ കണ്ടെയ്നേഴ്സിൽ അതായത് സാധനങ്ങൾ ഇട്ട് വെക്കുകയാണ്. അതാണ് ഞങ്ങളുടെ മെയിൻ പണി ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുട്ടികളെല്ലാവരും ആ പരിപാടി ചെയ്തു. അപ്പോൾ മാമികളും എല്ലാവരും ഓരോരോ പണിയിൽ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് ഈ അടിപൊളി ക്ലിപ്സൊക്കെ എടുത്ത് തന്നത്. ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ. അടുക്കളയിൽ എല്ലാവരും നല്ല തകൃതിയായിട്ടുള്ള പണിയിലാണ്. ഓരോ കണ്ടെയ്നേഴ്സിലാക്കി വെക്കണ പരിപാടിയായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഒരുവിധമൊക്കെ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരുവിധമൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോയിട്ടോ. ഞങ്ങൾ കുട്ടികളും കുറച്ച് പേരൊക്കെ ഇവിടെയാണ് കിടന്നത്, ബാക്കിയുള്ളവരൊക്കെ അവിടെയായിട്ടോ കിടന്നത്. കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നീച്ചിട്ട് രാവിലെ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളൊരു റീലൊക്കെ എടുത്തിട്ട് ഏകദേശം ഒരു 12:30 ആകുമ്പോഴാണ് കിടന്നത്. പിന്നെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നീക്കം ചെയ്തു. പിന്നെ ചീരനിക്കായിട്ടുള്ള അലവിയും കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും വന്നതിന് ശേഷം മൗലൂദൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ ക്ലിപ്സ് എടുത്തതാണ്. കുറേ ആൾക്കാരുള്ള കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊരു ചമ്മലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.